വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടാണ് ഇടതു സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ചുള്ള പോരാട്ടം അനിവാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ താമരപ്പള്ളി ചൊവ്വല്ലൂർ പടി റോഡിന്റെ ടാറിംഗ് ആരംഭിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ ഇടപെടലിന്റെ ഭാഗമായി നബാർഡിൽ നിന്നും 8 കോടി രൂപ അനുവദിച്ചാണ് ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചത്. മലപ്പുറം എടപ്പാളിൽ കുളങ്കര താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി. വട്ടംകുളം, ശുഗപുരം, എടപ്പാൾ ഭാഗങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന. തിരുവനന്തപുരം ചിറയൻകീഴ് പൗരാവലിയുടെ നേതൃത്വത്തിൽ പ്രേം നസീർ അനുസ്മരണം സംഘടിപ്പിക്കും. ചടങ്ങിൽ നടി ഷീലയ്ക്ക് പ്രേം നസീർ പുരസ്കാരം കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂരിൽ യുവകലാസാഹിതി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക പുരസ്കാരം ആനി രാജയ്ക്ക് നൽകി. എസ്എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം എടവണ്ണ പഞ്ചായത്ത് കൊളപ്പാട് വാർഡിൽ സ്ത്രീശക്തി ലേബർ കോൺട്രാക്ടർ യൂണിറ്റ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു.